ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത് നവഗ്രഹങ്ങളുടെ ദശകളാണ്, അതിൻ്റെ കാലാവധി ദശകൾ. അപ്പോൾ നവഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. നവഗ്രഹങ്ങൾ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ തഥ വ്യാഴവും ശുക്രനും മന്ദൻ, രാഹു കേതുക്കൾ ഇങ്ങനെ ആണ്. അതായത് നവഗ്രഹങ്ങൾ ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, രവി, ഇതാണ് ആദിത്യന്റെ പര്യായങ്ങളിൽ പറയുന്നത്. സൂര്യനും രവി, ആദിത്യൻ. പിന്നെ ചന്ദ്രൻ, ചൊവ്വ അല്ലെങ്കിൽ കുജൻ, ചൊവ്വ, ബുധൻ, വ്യാഴം അല്ലെങ്കിൽ ഗുരു, ശുക്രൻ, മന്ദൻ അല്ലെങ്കിൽ ശനി, രാഹു, കേതു. ഇങ്ങനെയാണ് 9 വർഷങ്ങൾ. ഇതിന് എല്ലാത്തിനും കൂടി ആകെ 120 വർഷമാണ് ഈ മുനിമാര് കൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ ആയുസ് 120 വർഷമായിട്ട് കണക്കാക്കിയാണ് ഈ 120 വർഷം ഈ 9 ദശകൾക്കും കൂടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 120 വർഷം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജ്യോതിഷത്തിലെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇത് മാറ്റങ്ങൾ വരുത്താം എന്ന് മുനിമാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇന്ന് പൊതുവെ മനുഷ്യ ആയുസ് ഒരു 90 വയസ്സായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 90 വയസ്സുണ്ടെങ്കിലും അതിനകത്ത് വ്യത്യാസങ്ങൾ, ചില 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കേണ്ടത്, അത് വേറെ. പക്ഷെ നമ്മളാകെ ഈ 90 വയസ്സ് വരെയാണ് ഇതിന് കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് തന്നെ മനുഷ്യനും നക്ഷത്രങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണം. അത് ഈ ദശകൾ മുഴുവനും മനുഷ്യനും നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഇപ്പൊ അശ്വതി നക്ഷത്രത്തില്, അതിന്റെ അനുജന്മ നക്ഷത്രത്തിലും ഒരു ശിശു ജനിച്ചാൽ, അശ്വതിയുടെ അനുജന്മ നക്ഷത്രത്തിന് അശ്വതി മകം മൂലമാണ്. അതിനകത്ത് ജനിച്ചാൽ ഈ കുട്ടിക്ക് തുടങ്ങണത് ഈ കേതുർ ദശയായിരിക്കും. അശ്വതി മകം മൂലത്തിന് കേതുർ ദശയായിരിക്കും തുടങ്ങണത്. അതിന് 7 വർഷമാണ് കേതുവിന്റെ കാലാവധി. അപ്പൊ ഈ 7 വർഷം എന്ന് പറയുന്നത് ഈ ജനിക്കണനുസരിച്ചിരിക്കും. ഇപ്പോ ജനിക്കണത് അശ്വതിയുടെ ഒരു 40 നാഴികക്കാണ് ജനിക്കണമെങ്കിൽ ബാക്കി ഉള്ളതിനെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ ജാതകത്തിൽ ഇതിനകത്തൊക്കെ തലക്കുറി ജനന ശിഷ്ടം എന്ന് പറയണേക്കെ. അപ്പൊ ജനിച്ച നാഴിക വിനാഴിക കണക്കാക്കിയിട്ടാണ് അത് നമുക്ക് ബാക്കി ഗർഭത്തിൽ പോകും, ബാക്കിയുള്ളതാണ് കിട്ടണേ. അപ്പൊ അശ്വതി മകം മൂലത്തിന് 7 വർഷം. പിന്നത്തെ ഭരണി പൂരം പൂരാടത്തിന് തുടങ്ങണത് ശുക്രദശയായിരിക്കും. ശുക്രന് 20 വർഷമാണ്. ശുക്രദശയ്ക്ക് 20 വർഷമാണ് ശുക്രദശയ്ക്ക് കണക്കാക്കുന്നത്. അപ്പോൾ ഭരണി, പൂരം, പൂരാടം, ഭരണി നക്ഷത്രമോ അതിന്റെ അനുജന്മ നക്ഷത്രങ്ങളായ ഭരണിയിലോ പൂരത്തിലോ പൂരാടത്തിലോ ജനിച്ചു കഴിഞ്ഞാലാണ് ഈ ശുക്രദശ കിട്ടുന്നത്. പിന്നത്തെ എന്ന് പറഞ്ഞാൽ ശ്രുതി ഭരണി കാർത്തിക ഉത്തരാടത്തിന് നമുക്ക് കിട്ടുന്നത് ആദിത്യദശയാണ് തുടങ്ങുന്നത്. അവർക്ക് ആദിത്യദശ തുടങ്ങും. അത് 6 വർഷമാണ്. അതും എല്ലാ ദശകളും തുടങ്ങുന്നത് ഈ എത്ര നാഴിക വിനാഴിക്ക് ജനിച്ചു എന്ന് അനുസരിച്ചാണ് ബാക്കിക്ക് കിട്ടുള്ളൂ, ഫുൾ കിട്ടില്ല. ഈ 60 നാഴികക്കാണ് ഈ പറയണത്. ഈ ഓരോ ദശകളുടെ കാലാവധി പറയണത് അതിനാണ്. ഇപ്പൊ കാർത്തിക ഉത്തരാടം എന്ന് പറഞ്ഞതിന് ഈ 6 വർഷം ആദിത്യദശ പറഞ്ഞല്ലോ, അത് 60 നാഴികകളാണ്. അപ്പൊ നമ്മൾ ജനിച്ച ബാക്കിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ രോഹിണി, അത്തം, തിരുവോണം. രോഹിണി അതിന്റെ അനുജന്മ നക്ഷത്രങ്ങളുമായിട്ടുള്ള രോഹിണി, അത്തം, തിരുവോണം. അതിന് ചന്ദ്രദശയാണ് തുടങ്ങുന്നത്. ചന്ദ്രദശയ്ക്ക് 10 വർഷമാണ് കാലാവധി. മനസ്സിലായില്ലേ? പിന്നത്തെ മകീരം, ചിത്തിര, അവിട്ടത്തിന് ചൊവ്വ ദശയാണ് തുടങ്ങുന്നത്. ചൊവ്വയ്ക്ക് 7 വർഷമാണ് കാലാവധി. ചൊവ്വയ്ക്ക് മകീരത്തിലോ ചിത്രയിലോ അവിട്ടത്തിലോ ജനിച്ചാൽ തുടങ്ങുന്നത് ചൊവ്വാദശയായിരിക്കും. ഇനി തിരുവാതിര, ചോതി, ചതയം. തിരുവാതിര അതിന്റെ അനുജന്മ നക്ഷത്രങ്ങളായ തിരുവാതിരയിലോ ചോതിയിലോ, തിരുവാതിര, ചോതി, ചതയം, അത് രാഹുർ ദശയായിരിക്കും. രാഹുർ ദശ എന്ന് പറഞ്ഞാൽ രാഹുൽ സ എന്നാണല്ലോ, സർപ്പി, അതാണ് രാഹുർ ദശ. അതിന് 18 വർഷമാണ് അതിന്റെ കാലാവധി. 18 വർഷമാണ് രാഹുർ ദശയുടെ കാലാവധി. പിന്നെ ഉള്ളത് പുണർദം, വിശാഖം, പൂരുരുട്ടാതിയില് അതിന്റെ എന്ന് പറഞ്ഞാൽ വ്യാഴദശയിലെ തുടങ്ങണം. 16 വർഷമാണ് വ്യാഴത്തിന്റെ കാലാവധി. പിന്നെ പൂയം, അനിഴം, ഉത്തിരട്ടാതി. പൂയം അതിന്റെ അനുജന്മ വർഷം പൂയം, അനിഴം, ഉത്തിരട്ടാതി.
അതിനകത്ത് ജനിക്കുകയാണെങ്കിൽ പൂയം അനിഴം ഉത്തിരട്ടാതി ശനിദശ ആയിരിക്കും തുടങ്ങുന്നത്. 19 വർഷമാണ് ശനിക്കുള്ളത്. 19 വർഷമാണ് ശനിക്കുള്ളത്. അപ്പോൾ ആ ശനി ദശയിലായിരിക്കും പൂയം അനിഴം ഉത്തിരട്ടാതി ജനിക്കുന്നത്. പിന്നത്തെ ആയില്യം കേട്ട, ആയില്യം തൃക്കേട്ട രേവതി, അത് ബുധദശയിലായിരിക്കും. 17 വർഷമാണ് അതിൻ്റെ കാലാവധി. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 120 വർഷമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാലാവധി 120 വർഷമായിട്ട് കണക്കാക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ 90 കണക്കാക്കുക. പിന്നെ ഇതിനകത്ത് കാണും, ഇപ്പോൾ ഒരു ജാതകത്തിൽ മറ്റേതിൽ കാണും, ഇപ്പോൾ ആയുസ് 82 ശേഷം ചിന്തിയം എന്ന് എഴുതിക്കാൻ മരിക്കണമെന്നല്ല, ശേഷം അന്നത്തെ ഈ 82 വയസ്സിൽ പറഞ്ഞേക്കണം അന്നത്തെ ഗ്രഹണനെ എടുത്തിട്ട് ചിന്തിക്കാനാണ് പറയണത്. ആളുകളുടെ ധാരണ മുഴുവനും ജാതകത്തിന് ശേഷം ചിന്ത എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മരിച്ചു എന്നാ. അങ്ങനെയല്ല. അപ്പൊ ആയുസിന്റെ അനുസരിച്ചിരിക്കും അത്, ദീർഘായുസാണോ. പക്ഷെ അപ്പൊ ഇതനുസരിച്ചായാലും നോക്കി കഴിയുമ്പോൾ ഇയാളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ എന്നുള്ള അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ദശകൾ, ഓരോ ദശകളും ഉള്ള ദശകളുടെ കാലാവധി മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമസ്തേ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.